Hi, thesnimsflavours like എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ചിക്കൻ മപ്പാസ്. സാധാരണ നമ്മൾ ഡക്ക് മപ്പാസ് ആവും ചെയ്തിട്ടുണ്ടാവുക, അതാവും കഴിച്ചിട്ടുണ്ടാവുക, അതാണ് കേട്ടിട്ടുണ്ടാവുക. ചിക്കൻ മപ്പാസ് അധികം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ ഈസിയാണ്, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. നമുക്ക് നെയ്ച്ചോറിനായാലും ചപ്പാത്തിക്കായാലും നാൻ പൊറോട്ട ഏതിലായാലും കഴിക്കാൻ പറ്റുന്ന, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്ന ഒരു കറിയാണ്. പിന്നെ ഞാൻ അതിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന തേങ്ങ കുറച്ച് മൂത്ത തേങ്ങയായിരുന്നു, അതല്ല വേണ്ട, കുറച്ച് ഇളയ തേങ്ങയാണ് വേണ്ടത്. പക്ഷെ പിന്നെ എൻ്റെ അടുത്തുള്ളത് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ. ഇളയ തേങ്ങേൻ്റെ കൊത്താണ് ചേർക്കേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഡക്ക് മപ്പാസ് ഉണ്ടാക്കുന്നത്, സെയിം റെസിപ്പിയാണ്. അത് ചെയ്യുമ്പോൾ കുക്കറിലിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഒരു 1/4 കപ്പ് കുക്കറിലായതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഒരു സ്റ്റീം വന്നതിന് ശേഷം സിമ്മിലിടുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്, കുക്കറിൽ ചെയ്യണം. കാരണം തറാവുമ്പോൾ കുറച്ചും കൂടെ ഒരു വേവുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യണം, നല്ല റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നോക്കാം അല്ലേ. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്, തേങ്ങാക്കൊത്ത് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു വഴനയില, ബേ ലീഫ്, 3 ഉണക്കമുളക്, കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, ഗ്രാമ്പു, 2 ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സവാള, ഉള്ളി ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, അര ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക്, ഒരു തക്കാളി, അര കിലോ ചിക്കൻ, ആവശ്യത്തിന് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്, കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം മരക്ക.
നന്നായിട്ടൊന്ന് തിളച്ചാൽ ഓഫ് ചെയ്യും. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഇനി എല്ലാവരും ട്രൈ ചെയ്തോളൂ. നല്ല റെസിപ്പിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ നാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.